ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ പനിയാണ്, അനുവിനും എനിക്കൊക്കെ പനിയാണ്. അപ്പോൾ രാവിലെ ഒന്ന് നീക്കാൻ വേണ്ടി കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഡോക്ടറെ അടുത്തേക്ക് പോയി, നല്ല പനിയാണ്. അപ്പോൾ നമ്മൾ കോട്ടപ്പടിക്കൽ വിജയൻ ഡോക്ടറെ അടുത്താട്ടോ പോയത്. പിന്നെ കുറവുണ്ട്, ഇന്നലെ ഗുളിക കുടിച്ചപ്പോൾ തന്നെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അനുവിന് കുറേ ആയി പനി തുടങ്ങിയിട്ട്. അപ്പോൾ ഓക്കിപ്പോൾ കുറവുണ്ട്, പിന്നെ അത് എനിക്കായി, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ അത് ഗുളികൊക്കെ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഉപ്പുമാവ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. പെട്ടെന്നുള്ള കടികളാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടുള്ള കടിയൊന്നും ഉണ്ടാക്കലില്ല. കുളിയും കഴിഞ്ഞിട്ടില്ല. നേരെ പല്ല് വെച്ച് കൈയും കാലും മുഖം കഴുകിയിട്ട് അടുപ്പത്തേക്ക് ഇതാവും. വേവിച്ചിട്ടൊന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ്. നല്ല ക്ഷീണമുണ്ട്, പിന്നെ ചുമ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. രാത്രിയൊക്കെ ആവും നല്ല ചുമയും ക്ഷീണമൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അതാ ഗൈസ്, ഞാൻ ചായയുടെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഗുളിക കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പള്ളർച്ചുള്ള ഗുളികയുണ്ട്. ഇത് അനുവിൻ്റെ ഗുളികയാണ്, ഇതിൻ്റെ ഗുളികയാണ്. അപ്പോൾ ഗുളികയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചെടുക്കണം. ചോറും കറിയൊക്കെ വെക്കണം. വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ പോയിങ്ങാണ്ട് കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പനി കുറവുണ്ട്, പക്ഷെ എന്നാലും മേലൊക്കെ നല്ല വേദനയാണ്. ചുമയ്ക്കുമ്പോഴൊക്കെ തലയൊക്കെ ആകെ അങ്ങോട്ട് തരിച്ച് പോണ ജാതി വേദന. അപ്പോൾ ഇന്നത്തേനോട് ശേഷം അങ്ങോട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഉണ്ണിയേട്ടൻ പണിക്ക് പോയി. ഉണ്ണിയേട്ടനെന്ന് പറഞ്ഞാൽ പണിയൊക്കെ തിരക്കായതുകൊണ്ട് ഇപ്പോൾ ഏട്ടനും തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തരാനുള്ളൊരു ടൈം ഒരുക്കും ഇല്ല. പിന്നെ നമ്മളിവിടെ പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിലൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി എനിക്ക് വയ്ക്കുന്നിടത്തോളമൊക്കെ ഇങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കും, പിന്നെ വന്നിട്ട് കറിയൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അനുവിനിപ്പോൾ ഒന്ന് എക്സാം ഉണ്ട്. അനുവിനിപ്പോൾ ഒരു ഇതൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. തുടയ്ക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അനു ഇനി എക്സാം കഴിഞ്ഞ് വന്നിട്ട് തുടച്ചോളാമെന്നാണ് പറഞ്ഞത്. നാളെ അത്താണ്, പൂത്തറ ഇട്ടിട്ടില്ല. പൂത്തറ ഇടാനൊന്നും വെക്കുന്നില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം. നാളെ പൂടണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ചോറ് ഊറ്റി വെച്ചാണ്ട് കുറച്ച് നേരം ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. തിണ്ടുമ്പിൽ ഇവിടെ ഒരു അരിത്തുണ്ട് ഉണ്ടായിമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണിതാ. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മേലെഴുകണം. മേല് കഴിഞ്ഞിട്ട് എന്തോ പോലെ കുളിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ പിന്നെ ഒന്ന് മേലെഴുകണം. തുണികളൊന്നും തിരുമ്പലില്ല. അപ്പോൾ ചോറ് ഊറ്റി വെച്ചു, കറിയാക്കി. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അനുണ്ട് എക്സാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ഓള് വന്നിട്ട് തുടച്ചോണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മേലെ കഴിയാൻ ശേഷം പോയിങ്ങാണ്ട് ഒറ്റ കിടത്താം. എന്നൊക്കെയാണ് ഇനി പരിപാടി. മോനൂസ് സ്കൂളിൽ പോയി. 2 എക്സാമാണ്. മോനൂസിന് ഉച്ചയ്ക്ക് വിടും, അനുവിന് ഉച്ചയ്ക്ക് വിടും. അങ്ങനെയൊക്കെയാണ്. ഇത് ഇന്നലെ വൈകുന്നേരം ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ ഒന്ന് മേലെ കഴിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഏത് പനിയായാലും ജലദോഷമായാലും ദിവസം ഒന്ന് മേലെ വെള്ളം ചൂടാക്കിയാണ്ട് ഒന്ന് കഴുകണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ചങ്കം മഞ്ഞിട്ട് ഇങ്ങനെ കുര വരിക. പിന്നെ കറി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ടായിരുന്നു, മിഞ്ഞാന്ന് കൊണ്ടുവന്നത് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നാളെ അത്തല്ലേ. അപ്പോൾ നാളെ നമ്മൾ മീൻ വെച്ച് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ചിക്കൻ വെച്ചിട്ട് കറി വെച്ച്, ഞാൻ ചെറിയ അരി വെച്ചിട്ടുള്ള കഞ്ഞി കേട്ടോ അതാ കുടിക്കൽ. മക്കൾക്കൊക്കെ നല്ല കറിയും ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ അവർ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അനുവിനും തന്നെ പനി കുറഞ്ഞപ്പോൾ അനു പറഞ്ഞ അമ്മയ്ക്കും തന്നെ വിശക്കണുണ്ട് അമ്മ, നല്ല കറി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് ചെറിയ അരിൻ്റെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തി ഇറക്കിട്ടോ, ഇഞ്ചിയും പച്ചമുളകും പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ച് വയ്ക്കും. അതാകുമ്പോൾ നല്ല ഒരു എരിവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സുഖമാണ് കഞ്ഞി കുടിക്കാൻ. വായൊക്കെ ആകണ്ട് മരവിച്ചിട്ടേ ഒരു കയ്പ്പ് പോലെ, ഒന്നൊരു ടേസ്റ്റ് തോന്നണില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ അതാ കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞിന് വെള്ളം കുറവായിപ്പോയി. കുറച്ച് വെള്ളം പാർന്നിട്ട് ഒന്നുകൂടെ തിളപ്പിക്കണത്. പിന്നെ അതാ കറി, ചോറ്. പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ. അതാണിത്. ഒന്ന് മേലെ എഴുകട്ടെ ഇനി. പിന്നെ ചുക്ക് കാപ്പി ഉണ്ട്.
ഇതാ തുളസിയും ചുക്ക് അങ്ങനത്തെ ഒക്കെ ഇട്ടാണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കിയാണ്ട് കുടിച്ചു കൊടുക്കുമ്പോൾ ചുമയ്ക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. പിന്നെ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ ചുക്കുവെള്ളം തികയണില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെച്ചാണ്ട് ഇതാ മേലേക്ക് കുറച്ച് വെള്ളം വാരണം. അപ്പം ഞാനൊന്ന് മേല് കഴുകട്ടെ, എന്നിട്ട് വേണം കുറച്ച് നേരം ഒന്ന് പോയി കിടക്കണം. വെള്ളം ചൂടാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.